കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിലും കോൺഗ്രസ് അനുഭാവികളും ഒന്നടങ്കം കൊട്ടിപ്പാടിയ മറിയ ഉമ്മന്റെ കാര്യത്തിൽ ഒടുക്കം തീരുമാനമായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾക്കിടെ മറിയയുടെ പേര് ഉൾപ്പെടുത്താതെ കോട്ടയം DCC സ്ഥാനാർത്ഥികളുടെ പരിഗണനാ പട്ടിക KPCCക്ക് കൈമാറിയിരിക്കുകയാണ്. അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ മറിയ ഉമ്മൻ സജീവമായതോടെയാണ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ടെന്ന പ്രചരണമുണ്ടായത്. കാഞ്ഞിരപ്പള്ളി സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മറിയ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുവെന്നും വാർത്ത വന്നിരുന്നു. ഇതിനിടെയാണ് DCC നൽകിയ സാധ്യതാ പട്ടികയിൽ മറിയയുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. KPCC വിളിച്ചു ചേർത്ത തെരഞ്ഞെടുപ്പ് ഒരുക്ക യോഗത്തിൽ എല്ലാ DCCകളോടും സ്ഥാനാർത്ഥികളുടെ പരിഗണനാ പട്ടിക കൈമാറാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക നൽകിയത്. മറിയയുടെ പേര് ചർച്ചകളിലേക്ക് വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ മതിയെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാടെന്ന് ചാണ്ടി ഉമ്മൻ MLA ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, മറിയയുടെ പേര് സജീവമായപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് നേരെ ഉയർന്ന വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഇനിയും ചർച്ചയാക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പുമുണ്ട്. ഇതും പരിഗണനാ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതിന് കാരണമാണ്. അത് മാത്രമല്ല, മറിയ ഉമ്മൻ മണ്ഡലം ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ദേശീയ തലത്തിലുള്ള കരുത്തുറ്റ മുഖത്തെ ഇറക്കി സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കമാണ് മറിയയെ ഒഴിവാക്കാനുള്ള കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. AICC സെക്രട്ടറിയും മാനേജ്മെന്റ് വിദഗ്ധനുമായ അഡ്വക്കേറ്റ് മാത്യു ആന്റണിയെ UDF സ്ഥാനാർത്ഥിയായി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതായാണ് സൂചന. ഇതും മറിയ ഉമ്മന്റെ കന്നി അംഗത്തിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച ഒന്നാണ്. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി N ജയരാജിന്റെ കുത്തക തകർക്കാൻ ദേശീയ പ്രഭാവമുള്ള ഒരാൾ വേണമെന്ന കോൺഗ്രസ് സർവേ ഫലമാണ് മാത്യു ആന്റണിക്ക് തുണയായത്. ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ മരുമകനും ചങ്ങനാശ്ശേരി സ്വദേശിയുമായ മാത്യു നിലവിൽ മേഘാലയ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ AICC ചുമതലക്കാരനുമാണ്. കാഞ്ഞിരപ്പള്ളിയിലെ കരിപ്പാപ്പറമ്പിൽ കുടുംബവുമായുള്ള വേരുകളും മികച്ച അക്കാദമിക് പശ്ചാത്തലവും കത്തോലിക്ക സഭയുമായുള്ള അടുപ്പവും അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മറികടന്നാണ് ഈ യുവനേതാവിന്റെ പേര് സജീവമാക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മറിയ ഉമ്മന് മണ്ഡലത്തിൽ വലിയ പിന്തുണ ലഭിക്കുമെന്ന് അനുയായികൾ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ BJP കേന്ദ്രമന്ത്രിയെ തന്നെ രംഗത്തിറക്കാൻ ആലോചിക്കുന്നതോടെ മത്സരം പ്രാദേശിക നേതാക്കൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. ട്രംപ് ഭരണകൂടം വരെ ഉറ്റുനോക്കുന്ന ആഗോള രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ കേരളത്തിലെ ഓരോ സീറ്റും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചർച്ചകളിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ മാത്യു ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. DCC നൽകിയ പട്ടികയിൽ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെയും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെയും പേരുകൾ മാത്രമാണുള്ളത്. വൈക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ബാബു, ബിച്ചിമോൻ എന്നിവരുടെ പേരുകളുമുണ്ട്. ഏറ്റുമാനൂർ സീറ്റ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ കൈവശമാണുള്ളത്. ഈ സീറ്റ് തിരികെ എടുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ജോസഫ് വാഴക്കന് സീറ്റ് വേണമെന്ന ഉറച്ച നിലപാടിലാണ് രമേശ് ചെന്നിത്തല. അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നോമിനിയാണ് ഫിൽസൺ മാത്യൂസ്. അതിനാൽ ഇവരെ പരിഗണിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ബാക്കി കണ്ടറിയാം.